ഹായ് ഗായ്സ്, വെൽക്കം ടു വ്യൂസ് വിത്ത് ABK. അപ്പോൾ നമ്മുടെ 71st നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചല്ലോ. ഡിസേർവിംഗ് ആയിട്ടുള്ളതും അതല്ലാത്തതുമായിട്ടുള്ള കുറേ ആളുകളുടെ പേരുകൾ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇതിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ആർക്കൊക്കെ ഡിസേർവിംഗ് അല്ല എന്ന് അവിടെ ഇരിക്കുക. എൻ്റെ ഒപ്പീനിയനിൽ ആർക്കൊക്കെ ഡിസേർവിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ആ അവാർഡ് പ്രഖ്യാപിച്ചത് വളരെ നല്ല, ഇന്ന ആൾ ഭയങ്കര ഡിസേർവിംഗ് ആണ്, അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് ആക്ടർ കിട്ടിയ വിക്രാന്ത് മാസെ. പുള്ളി 12th ഫെയിൽ എന്ന് പറയുന്ന ഒരു മൂവിക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. 12th ഫെയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒട്ടുമിക്ക ആളുകൾ ഈ മൂവി കണ്ടിട്ടുണ്ട്. കാരണം ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു സാധാ ലെവലിൽ നിന്ന് വരുന്നു 12th ഫെയിൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെ IAS എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ. ഇത് റിയൽ സ്റ്റോറിയാണ്, റിയൽ സ്റ്റോറി ബേസ്ഡ് മൂവിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പുള്ളി ആ മൂവി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെൽ ഡിസേർവ്ഡ് ആണ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ്, അത് മലയാളത്തിൽ നിന്ന് വിജയരാഘവൻ, തമിഴിൽ നിന്ന് MS ഭാസ്കർ. വിജയരാഘവന് പൂക്കാലം എന്ന മൂവിക്കാണ്. ഈ മൂവി മലയാളികൾ എല്ലാവരും, ഐ തിങ്ക് ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുള്ള മൂവിയാണ്. അത്ര നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളത്. MS ഭാസ്കറിന്റെ ഫോർ എക്സാമ്പിൾ പാർക്കിംഗ് എന്ന് പറയുന്ന മൂവിക്കാണ് കിട്ടിയിരിക്കുന്നത്. പാർക്കിങ്ങിന്റെ ആ ഒരു മൂവി തന്നെ കുറേ നാളുകൾക്ക് ശേഷം ഒരു തമിഴ് മൂവി അത്ര മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം ഒരു ചെറിയ ഇതിൽ നിന്ന് വന്നിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് എനിക്ക് മൂവി. ഞാൻ അത്ര എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു കേട്ടോ പാർക്കിംഗ് മൂവിയിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ്, ആ മൂവിന്റെ ഒരു ടോട്ടാലിറ്റി തന്നെ അത്ര മനോഹരമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ, ഇതൊക്കെ അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, അതിനെ സ്നേഹിക്കുന്നവർ, ആ ഒരു കലാരൂപത്തെ എപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന മനുഷ്യർ, അതെപ്പോഴും അത് ഈ മൂവീസൊക്കെ കണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നൗ കമ്മിങ് ടു പ്രൊപ്പഗണ്ട ഫിലിം അവാർഡ്സോ അല്ലെങ്കിൽ വെളുപ്പിക്കൽ ഫിലിം അവാർഡ്സോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഡിസേർവിങ്ങും അല്ലാത്ത വെറും ചപ്പളാച്ചി എന്ന് പറയുന്നത് തോന്നിക്കുന്ന സാധനങ്ങൾക്കൊക്കെ അവാർഡ് കൊടുത്തിരിക്കുന്നു. ഇതിൽ ഫസ്റ്റ് ഇത് ബെസ്റ്റ് ആക്ടർ ഷാറുഖ് ഖാൻ. കിട്ടിയ മൂവി ജവാൻ. ഇവിടെ ഒരു മാസ് മസാല മൂവി എന്നുള്ളതിലല്ലാതെ ഈ ഒരു മൂവിയിലെ പെർഫോമൻസ്, എനിക്ക് ഷാറുഖ് ഖാൻ തന്നെ ചിലപ്പോൾ ഒരു വിശ്വാസം തോന്നുന്നുണ്ടാവില്ല. പുള്ളി ഇപ്പോൾ കവളത്തക്കിന് തട്ടി നോക്കാൻ കറക്റ്റാണ് എനിക്ക് തന്നെയാണ് കിട്ടിയത്. ഇനി അത് മറ്റേ പുള്ളിക്ക് കിട്ടിയതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്താണോ എന്ന് അറിയത്തില്ല. സ്വദേശ്, മൈ നെയിം ഈസ് ഖാൻ പോലുള്ള നല്ല മൂവീസ് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഇതിന് ഒരു മാസ് മസാലയിൽ കൂടുതൽ ഉള്ള അഭിനയത്തിന് എന്ത് തേങ്ങയാണ് അതിനകത്ത് ഇരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് എൻ്റെ ഒരു ഊഹം ശരിയെങ്കിൽ അശുതോഷ് ഗവാക്കർ, പുള്ളി കറക്റ്റാണെന്ന് പറയില്ല, പക്ഷേ പുള്ളി ജൂറിയിലുള്ള ആളാണ്. പുള്ളി സ്വദേശ് എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറാണ്. ഒരുപക്ഷെ അന്ന് വെൽ ഡിസേർവിംഗ് ആയിരിക്കാം, പക്ഷേ എനിക്കറിയില്ല കേട്ടോ ആ ടൈമിൽ ഏതൊക്കെയാണ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള മൂവീസ് ഉണ്ട്. പണ്ടൊക്കെ അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. കാരണം ഈ സെക്കൻഡോ തേർഡോ അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന മൂവീസും അത്ര വാല്യൂ ഉള്ള മൂവീസ് തന്നെയായിരുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള മൂവീസിനൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം എന്നാൽ എനിക്ക് അന്ന് എൻ്റെ മൂവിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഒരു പടക്ക മൂവിക്ക് കൊടുത്ത് ഇതൊക്കെ വെറും വാല്യൂ ഇല്ലാത്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി കൊടുത്തതാണോ എന്നും എനിക്കറിയില്ല. പക്ഷെ ജൂറിയിലുണ്ടായിരുന്നു. ഈ മൂവിക്കാണ് അവാർഡ് കിട്ടിയത്. ഒരു ഐഡിയ ഇല്ല. രണ്ടാമത്തേത് അതിനൊക്കെ വലിയ പടക്കമാണ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, ബെസ്റ്റ് ഡയറക്ഷൻ. ഇത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കേരള സ്റ്റോറിക്ക്. ഒരു പ്രൊപ്പഗണ്ട മൂവി, സാധാരണ വാട്സപ്പ് സ്റ്റോറിയിലൊക്കെ വരുന്ന ഒരു സ്റ്റോറി, അതിനെ ഭീമാകരിച്ച് കുറച്ച് ആക്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തി ഒരു സ്റ്റോറിയാക്കി. അതായത് കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇത് കേരളത്തിലുള്ള ആളുകൾ പോലും, അല്ലെങ്കിൽ പല പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലും വിശ്വസിച്ചിട്ടില്ല, എക്സെപ്റ്റ് ചില ആൾ. അത് വിടട്ടെ. ഒരു സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ എൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു വിഷ്വൽ ഭംഗിയുണ്ട്. അതുപോലും ഒന്ന് മീറ്റ് ചെയ്യാത്തൊരു മൂവിക്ക് സിനിമാറ്റോഗ്രാഫി. ഇപ്പം നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയത് കാതൽ, ആടുജീവിതം, ഇരട്ട എന്നൊക്കെ പറയുന്ന മൂവീസാണ്. ആടുജീവിതം എന്ന് പറയുന്ന മൂവിക്ക്, അതായത് 9 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവിയാണെന്ന് നോക്കണം. അതിൽ ആക്ടിങ്, അതിൻ്റെ ഡയറക്ഷൻ, 16 വർഷത്തോളം ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം, ബ്ലസി എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ ഒരു സ്വപ്നമാണ് മുന്നിലേക്ക് വെച്ചത്. ആടുജീവിതം എന്ന് പറയുന്ന മൂവിക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ്, അതിൻ്റെ ഒരു ഡയറക്ഷൻ, അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫിക്ക് ഒരു അവാർഡ് പോലും ഇല്ല എന്ന് പറയാൻ നേരത്ത് എന്ത് ചവർ അവാർഡ് നിർണ്ണയമാണ് 71st നാഷണൽ ഫിലിം അവാർഡ്. എന്താണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഒരു പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇങ്ങനെയാണ് ബായി, ഇതൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ ബായി എന്നൊക്കെയാണ് പറയുന്നത്. സോ ആർട്ടും ടാലൻറ്റും ഒക്കെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അജൻഡാസ് മീറ്റ് ചെയ്താൽ മാത്രമേ അവാർഡ് കിട്ടൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് നല്ല മൂവീസൊക്കെ തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആസ് എ വ്യൂവർ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ദേവിയത് ആർട്ട് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപം ഇന്റർനാഷണൽ വരെ അക്വലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്ന, അത്രത്തോളം ഒരു പ്രശംസകൾ കിട്ടുന്ന അല്ലെങ്കിൽ ആളുകൾ നോക്കിക്കാണുന്ന ഒരു കലാരൂപമാണ് ഇന്ത്യൻ സിനിമാസ്. അപ്പം അതിൽ ഇങ്ങനത്തെ മൂവി, ഇതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ മൂവിയായിട്ട് അവാർഡ് കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ കണ്ടിട്ട് ഇങ്ങനെയാണ് അവരെ വിലയിരുത്തുന്നതെന്ന് അറിഞ്ഞാൽ എന്ത് മോശമായിരിക്കും. ദേവിയത് പൊളിറ്റിക്സ് കളർത്താതിരിക്കുക ആർട്ടിൽ, സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിൽ. അത് നമ്മുടെ ഒരു കൾച്ചറിനെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് പൊളിറ്റിക്സ് കലർത്തി കഴിഞ്ഞാൽ. സോ ദേവി അത് ചെയ്യാതിരിക്കുക. വരും വർഷങ്ങളിൽ ഇതെല്ലാം മാറ്റി നല്ല മൂവീസിന്, നല്ല അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് അവാർഡ്
കിട്ടട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇതേ രീതിയിൽ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള പടക്കങ്ങൾക്കായിരിക്കും ഇനിയും വരുന്ന വർഷങ്ങളും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല എന്ന് മനസ്സിലുണ്ട്. പക്ഷേ നമുക്കിതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കാനേ പറ്റുകയുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ അതേ ഒപ്പീനിയൻ തന്നെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതല്ല നിങ്ങൾ ആരെയാണ് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്ടറുടെ മൂവി ഏത് സിനിമാറ്റോഗ്രാഫി ഏതിൽക്കാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.